മധു സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന പ്രേം നസീർ അല്ലെങ്കിൽ സുകുമാരൻ, ജയൻ, പിന്നീട് സോമൻ, കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു സകലകലാവല്ലഭൻ തന്നെയായിരുന്നു. അദ്ദേഹം നടനായിരുന്നു, സംവിധായകനാണ്, നിർമ്മാതാവാണ്. നമുക്കറിയാം ഉമ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രൊഡക്ഷൻ, ഒരു വലിയൊരു കമ്പനി തന്നെ ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് അതില്ല. എനിക്ക് തോന്നുന്നു അവിടെയാണെന്ന് ഏഷ്യാനെറ്റിൻ്റെ, ട്രിവാൻഡ്രത്ത് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് നിൽക്കുന്നത് അന്ന് ആ സ്റ്റുഡിയോയിലാണ്. അപ്പം അവിടെ അദ്ദേഹം ഒരുപാട് പുതിയ ആളുകൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം വളരെയധികം ഒരുപാട് പേരെ വളർത്തിക്കൊണ്ട് വന്ന, ഒരുപാട് സംവിധായകരെ വളർത്തിക്കൊണ്ട് വന്ന, ഒരുപാട് നടന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു മധു സാറിനായിട്ട് കൊളാബ് ചെയ്തിട്ട് അദ്ദേഹം പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മധു സാറ് പ്രൊഡ്യൂസ് ചെയ്ത് പി ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്യുക ചെയ്ത ഒരു 10-20-25ഓളം സിനിമകളുണ്ട്. അവരുടെ ഒരു കൊളാബറേഷനിൽ അവർ ഒരുമിച്ച സിനിമകളുണ്ട്. അതുപോലെ സത്യനന്ദിക്കാട്, അദ്ദേഹം മധു സാറിൻ്റെയൊക്കെ കുറേ, പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, ഗാനങ്ങൾ എഴുതിയിരുന്ന ആളെ, ഗാനരചയിതാവായിരുന്നു. അപ്പോൾ കുറേ പേരെ ഒരു എന്താ പറയുക വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് മധു സാറ്. വളരെ ഒരു വിഷനുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. സിനിമയിൽ നിന്ന് സമ്പാദിച്ചത് സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പലവരെയും കുറിച്ച് അങ്ങനെ കേൾക്കുന്നുണ്ട്. കമൽഹാസനെ കുറിച്ച് പറയാറുണ്ട്, അമീർ ഖാനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് മധു സാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം സംവിധാനം ചെയ്തത്, അവസാനം അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ 86-ലാണ്. അത് കുറച്ച് വൈകിയാണ് റിലീസ് ചെയ്തത്. അദ്ദേഹം 70-ലാണ് ആദ്യമായിട്ട് സംവിധാനം ചെയ്തത്, പ്രിയ എന്ന് പറയുന്ന ഒരു സിനിമ. അതിന് തന്നെ അന്ന് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം എനിക്കൊരു 10-15 താഴെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ആ പ്രേം നസീർ മധു സാറൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടാണ് ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമ 86-ൽ കുറച്ച് വൈകിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഉദയം പടിഞ്ഞാറെന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. അതിനുശേഷം പിന്നെ അത് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല. പിന്നെ ഒരു 80s ഒരു അവസാനമൊക്കെ ആയപ്പോൾ അദ്ദേഹം പിന്നെ അഭിനയത്തിലേക്ക് മാത്രം ഒതുങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് എന്താ പറയുക സംഭാവനകൾ നൽകിയ ആളാണ്.